So in our last class we have discussed about macros and which are the data structures used for macro, and in today's class we will consider an example of macro, how a macro can be defined and how it will be invoked from a main program, because next we have to discuss about the algorithm for macro processor, how a macro will be expanded and how the data will be filled into different data structures. So before going to that, we have to consider an example case of macro and how it will be expanded, then only we can understand the algorithm. Okay, so we can consider our previous example itself, that is to read a set of records from an input device and to write these records into an output device. So for that purpose, in previous examples we have written a write procedure and also a read procedure or subroutine, and that was used in our previous examples. Now we are replacing that with macros corresponding to read and write. Okay, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നേ ഉള്ളൂ. Okay, so this is our one macro corresponding to read a record from input device. മാക്രോയുടെ ഒരു ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോക്ക് ഒരു ഹെഡർ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് പോലെ ഉണ്ടായിരിക്കും. അതാണ് ഇത്രയും പാർട്ട് വരുന്നത്. ദിസ് വൺ ഇവിടെ തൊട്ടിട്ട് ഇതുവരെ എന്താണ്, ദിസ് വിൽ ഫോം ദി ഹെഡർ ഓഫ് ദി മാക്രോ ഓർ പ്രോട്ടോടൈപ്പ് കറസ്പോണ്ടിങ് ടു ദിസ് മാക്രോ. ദെൻ end of the macro will be marked with end. ഞാൻ പറഞ്ഞു, നമ്മൾ സബ് റൂട്ടീന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് മാക്രോ എന്ന് പറയുന്നത്. രണ്ട് മോഡുലാർ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസാണ്. സബ് റൂട്ടീനായിട്ട് എഴുതുന്നതും അല്ലെങ്കിൽ മാക്രോ ആയിട്ട് എഴുതുന്നതും മോഡുലാർ പ്രോഗ്രാമിങ്ങിനുള്ള ഒരു അപ്രോച്ചിനെയാണ്. പ്രോഗ്രാമർ കേസിൽ ആസ് ഫാർ ആസ് ദി പ്രോഗ്രാമർ ഈസ് കൺസേൺഡ്, both can be used for മോഡുലാർ പ്രോഗ്രാമിംഗ്. അതിനകത്തുള്ള ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്, സബ് റൂട്ടീൻ്റെ കേസിലാണ് എക്സിക്യൂഷൻ ടൈമിൽ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരു കേസാണ് വരുന്നത്. പക്ഷേ മാക്രോയുടെ കേസിലാണെങ്കിൽ എന്താ, ഇൻലൈൻ എക്സ്പാൻഷൻ എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ മാക്രോ ആണെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും ഇൻ ടേംസ് ഓഫ് ടൈം, ബട്ട് ഇൻ ടേംസ് ഓഫ് മെമ്മറി ഇറ്റ് വിൽ യൂസ് മോർ സ്പേസ് ടു സ്റ്റോർ ദി പ്രോഗ്രാം. ഓക്കെ, because before assembling we have to expand all the macro invocation. Okay, anyhow this is one macro definition corresponding to read a record from an input device. നമ്മുടെ പ്രീവിയസ് എക്സാമ്പിളിലുള്ള കേസ് തന്നെയാണ്. So the different this part will form this part will form the body of the macro. This will form body, what we have to do inside the macro. Okay, ഞാൻ പറഞ്ഞു, ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ജസ്റ്റ് ഒരു റെക്കോർഡിനെ റീഡ് ചെയ്യുന്നു, അതിൻ്റെ ലെങ്ത്ത് ഒരു റെക്കോർഡ് ലെങ്ത്ത് എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇനി മാക്രോ ഡെഫിനിഷൻ്റെ കേസിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നതാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, മാക്രോയുടെ നെയിം ആയിരിക്കും വരുന്നത്. ദിസ് ഈസ് അവർ മാക്രോ നെയിം. ദെൻ മാക്രോ എന്നുള്ളൊരു ഡയറക്റ്റീവ് യൂസ് ചെയ്യും. ദിസ് ഈസ് അസംബ്ലർ ഡയറക്റ്റീവ് macro. Then a set of parameters. ഇപ്പോൾ ഇവിടെയുള്ള ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡവ് എന്നുള്ളൊരു പാരാമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ബഫ് ADR എന്നുള്ള പാരാമീറ്റർ യൂസ് ചെയ്തു. RECLTH എന്നുള്ള വേറൊരു പാരാമീറ്റർ യൂസ് ചെയ്തു. അപ്പോൾ ഈ മാക്രോക്കകത്ത് പാരാമീറ്ററിനെ സ്പെസിഫൈ ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആംബർസാൻഡ് സിമ്പിൾ വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ ദിസ് ആർ മാക്രോ പാരാമീറ്റേഴ്സ്. പിന്നെ എൻഡ് എന്നുള്ള എന്താണെന്നും പറഞ്ഞു. ഇനി ഇതിൻ്റെ ബോഡിക്കകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ജസ്റ്റ് ഇത് നമ്മുടെ മുമ്പത്തെ പ്രോഗ്രാം തന്നെയാണ്. സോ ക്ലിയർ എക്സ് രജിസ്റ്റർ ക്ലിയർ ചെയ്തു. ദിസ് ഈസ് അവർ എക്സ് രജിസ്റ്റർ, ദാറ്റ് ഈസ് ക്ലിയർഡ്. ദെൻ ക്ലിയർ എ രജിസ്റ്റർ, ദാറ്റ് ഈസ് ആൾസോ ക്ലിയർഡ്. ദെൻ LDT 4096, that is an immediate instruction that okay, we'll have a record at register T, and we are loading the value 4096 into that. 4096 is loaded into that register. Then next is compare the
values. Okay, before that we have to test the input device. ഞാൻ പറഞ്ഞു നമുക്കൊരു ഇൻപുട്ട് ഡിവൈസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ടെസ്റ്റ് ഡിവൈസ് ആംപർസാൻഡ് ഇൻറ്റർവൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യണം? വി ഹാവ് ടു ടെസ്റ്റ് ദാറ്റ് ഡിവൈസ്, വെദർ ദാറ്റ് ഡിവൈസ് ഈസ് റെഡി ഓർ നോട്ട്. And if that device is ready, what will happen? The condition code, we will have another register associated with the processor, that is called condition code. The condition code will be set as less than. If the device is ready, condition code will be less than. Otherwise, this will become equal to. That is our convention. So normally if the device is busy, this will become equal to, condition code will be set as equal to. So we can test the device by using the test device instruction td inter. We are testing the device, okay, whether this device is ready or not. And if this device is not ready, condition code will be equal to equal. So jump on equal. What we are doing here, another thing is in the case of macro, we have to use some relative number for corresponding to label numbering, because instead of using this, if you are using labels, what will happen? For each macro expansion, the same label will be replaced there, and there will be some duplication of labels. So to avoid that problem, we are using some relative number, PC relative or something like that. Okay. So minus 3, jump on equal star minus 3. Star means current position, minus 3 means we have to jump back by 3 bytes. So if it is equal, jump to here, 3 bytes back. Okay. So whenever the device will become ready, condition code will be less than. So this will reach here, read that from input device. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റർ എന്താണ്, അതാണ് ഇവിടെ വരുന്നത്, ഇൻ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇൻഡവ്. സോ റീഡ് ഫ്രം ഇൻഡവ്. ഓക്കെ, ദാറ്റ് വിൽ ബി അവൈലബിൾ ഇൻ എ രജിസ്റ്റർ. കമ്പയർ എ വിത്ത് എസ്. എസിനകത്ത് ഇപ്പം എന്താ 0 ആണുള്ളത്, അതായത് 0 എന്നുള്ള വാല്യൂ ആണ് വരുന്നതെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ്, അത്രയും മതി. റെക്കോർഡിൻ്റെ എൻഡ് കാണിക്കുന്നത് 0 വെച്ചിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തതാണ്. So compare that A register content with yes. Jump on equal star plus 11 means current position 11 bytes ഫ്രണ്ടിലോട്ട് ജമ്പ് ചെയ്യണം. അതായത് മീനിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ജമ്പ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദർ ഇസ് എ 0, we have to jump to here, ഇങ്ങോട്ട് ജമ്പ് ചെയ്യണം. അതായത് റെക്കോർഡ് എൻഡായി, കറണ്ട് റെക്കോർഡിൻ്റെ ലെങ്ത് എന്താണോ അത്രയും കാര്യം നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ദാറ്റ് ഇൻ ടു റെക്കോർഡ് ലെങ്ത് എന്നുള്ളതാണ്. ഓക്കെ, അതർവൈസ് സ്റ്റോർ ദി കറൻ്റ്ലി റീഡ് ക്യാരക്ടർ ഇൻ ടു ബഫർ ADDR, എക്സ്. ഇവിടെ ഒരു ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബഫർ പ്ലസ് എക്സ് ലൊക്കേഷനകത്തോട്ട് എന്ത് ചെയ്യും, ഈ ബഫർ ADDRനകത്തോട്ട് ആ വാല്യൂ നമ്മൾ ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ എന്ത് ചെയ്യുന്നു, എക്സ് രജിസ്റ്ററിൻ്റെ ഈ എക്സ് രജിസ്റ്ററിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അത് ടി ആയോ നോക്കും. ടി എന്നുള്ള നമ്മൾ മാക്സിമം സൈസ് 4096 ആണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, അതായോ നോക്കുന്നു. അത് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ലെസ് ദാൻ സ്റ്റാർ -19, കറണ്ട് പൊസിഷനിൽ നിന്ന് -19 ബൈറ്റ്സ് ബാക്കിലോട്ട് ജമ്പ് ചെയ്യുന്നു, അതായത് ഇങ്ങോട്ട് പോകും. എഗെയിൻ എന്ത് ചെയ്യാണ്, ടെസ്റ്റ് ഡിവൈസ് എന്നിട്ട് അടുത്ത ക്യാരക്ടർ റീഡ് ചെയ്യുന്നു, അതും ബഫർ ADDRനകത്ത് സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ട് അടുത്ത പൊസിഷനിലോട്ടായിരിക്കും അത് പോകുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വെനെവർ ദി നൾ ക്യാരക്ടർ ഈസ് റീച്ച്ഡ്, അതാണ് ഇവിടെ എത്തുന്നത്. നൾ ക്യാരക്ടർ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എക്സിൻ്റെ വാല്യൂ ഇൻഡെക്സ് രജിസ്റ്ററിനകത്ത് നമ്മുടെ ആ ലെങ്ത് ഉണ്ടായിരിക്കും. ഇപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, റെക്കോർഡ് ലെങ്ത്തിനകത്തോട്ട് സ്റ്റോർ ചെയ്യുന്ന MN. അപ്പോൾ ഇതാണ് ഈ റീഡ് ചെയ്യാനുള്ള പ്രൊസീജിയർ. നമ്മൾ മുമ്പ് പഠിച്ചൊരു സംഭവം തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളൊരു മാക്രോ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ റൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ്, ടു റൈറ്റ് എ റെക്കോർഡ് ടു ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസിലോട്ടൊരു റെക്കോർഡിനെ റൈറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്കൊരു
WR_buff എന്ന് പറഞ്ഞൊരു മാക്രോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാണ് മാക്രോ നെയിം. മാക്രോ എന്നുള്ള ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദീസ് ആർ ദി പാരാമീറ്റേഴ്സ്, മാക്രോ പാരാമീറ്റേഴ്സ്. ആൻഡ് ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദി മാക്രോ ആൻഡ് ദിസ് വിൽ ഫോം അവർ മാക്രോ ബോഡി. മാക്രോ ബോഡി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഈ ജമ്പ് ചെയ്യുമ്പോൾ ലേബൽ കൊടുക്കുന്നതിന് പകരം ഇവിടെ കറണ്ട് പൊസിഷൻ -3, കറണ്ട് പൊസിഷൻ -14 അത്രയും ബാക്കിലോട്ടൊക്കെ ജമ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ലേബൽ നമ്മളവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാക്രോ എക്സ്പാൻഷൻ്റെ സമയത്തും അവിടേക്ക് ലേബൽ വരും. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ലേബൽ എന്നുള്ളൊരു പ്രോബ്ലം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ കേസ് കൺസിഡർ ചെയ്യാം. ഇത് നമ്മുടെ ഒരു മെയിൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ ആ മാക്രോ ഡെഫിനിഷൻ തുടക്കത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ദി ഡെഫിനിഷൻ ഫോർ എന്തായിരുന്നു RD_buff ആൻഡ് WR_buff. RD_buff ആൻഡ് WR_buff. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഡെഫിനിഷനും ഇവിടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഡെഫിനിഷൻ ഫോർ WR_buff അതാണ് നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം. ഈ മെയിൻ പ്രോഗ്രാമിനകത്ത് നമ്മൾ പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്ന പോലെ അതിനെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു റൈറ്റ് ബഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തിനായിരുന്നു? ഈ റീഡ് ചെയ്ത റെക്കോർഡിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് റൈറ്റ് ചെയ്യണം. അത്രയാണ് ചെയ്യുന്നത്. അതെന്താണെന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ പിന്നെയും പറയുന്നില്ല. ഇനി ഇവിടെ ഫസ്റ്റ് STL റിട്ടേൺ അഡ്രസ്സ് അതൊക്കെ നമ്മൾ തൽക്കാലം വിട്ടേക്കുക. ദെൻ C ലൂപ്പ് RD_buff F1 ബഫർ ലെങ്ത്. അപ്പോൾ ഇതാണ് ഒരു മാക്രോ ഇൻവോക്കേഷൻ എന്ന് പറയുന്നത്. മാക്രോ ഇൻവോക്കേഷൻ്റെ കേസിൽ നമുക്കറിയാം മാക്രോ നെയിം യൂസ് ചെയ്യും. പിന്നെ എന്താ ചെയ്യുന്നത്, നമുക്ക് ആർഗ്യുമെൻറ്റ്സിനെ പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ F1 ബഫർ ലെങ്ത് എന്നുള്ള ഈ ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്രോ ഡെഫിനിഷനകത്ത് കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, ആ പാരാമീറ്റേഴ്സിനകത്തോട്ട് ഈ ഇവിടെ കൊടുക്കുന്ന ഈ ആർഗ്യുമെൻറ്റ്സിൻ്റെ അതേ ഓർഡറിൽ അവിടേക്ക് എത്തും. എന്നിട്ട് മാക്രോ ബോഡിക്കകത്ത് എവിടേക്ക് ആ പാരാമീറ്റേഴ്സ് വരുന്നു അവിടേക്ക് എന്ത് ചെയ്യും, ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ആ ബോഡി എന്ത് ചെയ്യും, ഇവിടെ ഈ മാക്രോ ഇൻവോക്കേഷൻ്റെ സ്ഥലത്ത് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് മാക്രോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നമ്മൾ പ്രൊസീജിയർ ആണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എക്സിക്യൂഷൻ അസംബ്ലിങ് എല്ലാം കഴിഞ്ഞിട്ട് എക്സിക്യൂഷൻ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ട്രാൻസ്ഫർ നടക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യാണ്, ബിഫോർ അസംബ്ലിങ് തന്നെ നമ്മൾ മാക്രോയുടെ ബോഡി വെച്ചിട്ട് ഇവിടെ എക്സ്പാൻഡ് ചെയ്യും. ഈ ഒരു സിംഗിൾ ലൈനിനെ മാക്രോ ബോഡി വെച്ചിട്ട് എക്സ്പാൻഡ്. അപ്പോൾ ആക്ച്വൽ കോഡിൻ്റെ ലെങ്ത് ഒക്കെ കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എന്താണ് RD_buffൻ്റെ ബോഡി. ഞാൻ ജസ്റ്റ് ഇത് ഇവിടെയാണ് അതിൻ്റെ ഡെഫിനിഷൻ, ഇവിടെ മുകളിലുള്ളതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ RD_buff F1 ബഫർ ലെങ്ത് ഇതാണ് മാക്രോ ഇൻവോക്കേഷൻ എന്ന് പറഞ്ഞു. ഈ മാക്രോ ഇൻവോക്കേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ F1 എന്നുള്ളത് ശരിക്കും ഇൻഡവിന് ഇക്വലൻ്റ് ആണ്. ബഫർ എന്താവും, ബഫ് ADDR വരും. ലെങ്ത് എന്നുള്ളത് റെക് ലെങ്ത് എന്നുള്ളത്. എന്നിട്ട് ഇവിടെ ഇത് യൂസ് ചെയ്ത സ്ഥലത്തൊക്കെ ഉണ്ട് ഇൻഡവ്. ഈ ഇൻഡവിൻ്റെ സ്ഥലത്ത് എന്ത് വരും, അപ്പം F1 വരും. ഇവിടെ ഇത് മാറിയിട്ട് എന്ത് വരും, F1 വരും. ഇവിടെ എന്ത് വരും, ഇവിടെയും F1 വന്നു. ബഫ് ADDRൻ്റെ അകത്ത് എന്ത് വരും, അങ്ങോട്ട് എന്താ പാസ് ചെയ്യുന്നത്, ബഫർ എന്നുള്ളതാണ്. ആ ബഫർ വരും. RECLTHനകത്തോട്ട് ലെങ്ത്തും വരും. അങ്ങനെയാണ് വരിക. എന്നിട്ട് ആ ബോഡി എന്ത് ചെയ്യും, ഇങ്ങനെ റീപ്ലേസ് ചെയ്യുന്നതിന് ശേഷമുള്ള ആ ബോഡി ഈ ഒരു സിംഗിൾ ലൈനിന് പകരം എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. ഈ സിംഗിൾ ലൈനിനെ നമ്മൾ എന്താക്കി ചെയ്യും, അവിടെ ഒരു കമൻറ്റ് പോലെ ജസ്റ്റ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ശരിക്കും ഈ ലൈനിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. എക്സ്പാൻഡഡ് കോഡിനകത്ത് നമ്മളിതിനെ റീപ്ലേസ് ചെയ്ത കോഡിനെ എക്സ്പാൻഡഡ് കോഡ് എന്നാണ് പറയുന്നത്. ആ എക്സ്പാൻഡഡ് കോഡിനകത്ത് ഇത്രയും കാര്യങ്ങൾ വരും. ഈ ലൈനിനെ മൊത്തത്തിൽ ഒരു കമൻ്റായിട്ട് അവിടെ ചേർക്കും. നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, ഒരു റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുകയാണ്. ഓക്കെ, വാട്ട് വിൽ ബി ദർ ഇൻ എക്സ്പാൻഡഡ് കോഡ് C ലൂപ്പ് RD_buff F1,
ബഫർ കോമ ലെങ്ത്. അപ്പോൾ ഇതിനൊരു കമൻറ്റ് നമ്മൾ ഡോട്ട് വെച്ചിട്ടാണ് എഴുതാറ് ഇതിനകത്ത്. ഇപ്പോൾ ഡോട്ട് വെച്ചിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്പാൻഡഡ് വെർഷൻ എന്തായിരിക്കും ഇതിന് എക്സ്പാൻഷൻ വരുന്നത്, ഈ ബോഡിയെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഒരു കോഡാക്കി മാറ്റും. അതാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താ വരിക, ശരിക്കും ക്ലിയർ എന്നുള്ളത് അത് അങ്ങനെ തന്നെയാണ്. അവിടെ പ്രത്യേകിച്ച് പാരാമീറ്റർ ഒന്നും വരുന്നില്ല. ദെൻ ക്ലിയർ എ, ക്ലിയർ എസ് പ്ലസ് LDT ഹാഷ് 4096 TD is equal to X. ഇവിടെ ഇൻഡവ് എന്നാണുള്ളത്. ഇൻഡവിന് പകരം ശരിക്കും എന്ത് വരും, അപ്പോൾ F1 ആണ് ഇവിടെ നിന്ന് പാസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് F1 വെച്ചിട്ട് റീപ്ലേസ് ആവും. അതാണ് സംഭവിക്കുന്നത്. ദെൻ JEQ ഇതൊക്കെ അങ്ങനെ തന്നെ വരും, *-3. ദെൻ RD ഈക്വൽ ടു X. ഇവിടെ എന്താണ്, ഇൻഡവിന് പകരം F1 വന്നു. ദെൻ COMPR A, JEQ *+11. ദെൻ STCH ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, ആംബർസാൻഡ് ബഫ് ADDRന് പകരം എന്ത് വരും, ദാറ്റ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് ബഫ് ADDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഫർ. അതാണ് അവിടെ നിന്ന് പാസ് ചെയ്ത് കൊടുക്കുന്നത്. STCH ബഫർ കോമ X. ദെൻ TIXR JLT *-19 STX ആംബർസാൻഡ് RECLTH എന്നുള്ളത് എന്താണ്, ലെങ്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ആവുന്നത്. ലെങ്ത്. അപ്പോൾ ഇത്രയും പാർട്ട്, അതിൻ്റെ ഈ പേര് ഇവിടെ ജസ്റ്റ് ഒരു കമൻ്റ് ആയിട്ടാണ് വരുന്നത്. ബാക്കി ഇത്രയും പാർട്ട് ഉണ്ടല്ലോ, ഈ പാർട്ട് അവിടെ ഞാൻ പറഞ്ഞു നമ്മൾ പാരാമീറ്റേഴ്സിനൊക്കെ ഇവിടുന്ന് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത്രയും പാർട്ട് എന്ത് ചെയ്യും, ഇതിന് പകരം ഇവിടെ ഓക്കെ ഇവിടെ C ലൂപ്പ് എന്നുള്ളതും കൂടി വരും. കാരണം ഇവിടെ ലേബൽ എന്താ ഉള്ളത്, ആ ലേബൽ അവിടെ അതുപോലെ വരും. അപ്പോൾ ഓക്കെ C ലൂപ്പ്, ഇവിടെയുള്ള ലേബൽ അവിടെ നിന്ന് പോകുന്നില്ല. ഇവിടെ ഈ മാക്രോ മാത്രമാണ് അവിടെ റീപ്ലേസ് ആവുന്നത്. അവിടെ ടെക്സ്ച്വൽ റീപ്ലേസ്മെൻറ്റ് പോലെയാണ്. അപ്പോൾ ഇതിന് പകരം എന്ത് ചെയ്യും, ഇത്രയും പാർട്ടിന് പകരം ഈ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് വെച്ചിട്ടാണ്ട് റീപ്ലേസ് ചെയ്യും എലോങ് വിത്ത് ദിസ് കമൻറ്റ്. ഈ കമൻറ്റ് സ്റ്റാർട്ടിങ്ങിലും കൊടുക്കും. ഇത്രയും വെച്ചിട്ട് അവിടെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ കോഡിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടി കൂടി. ഇത്രയും ലൈൻസ് ഇവിടെ എന്ത് വന്നു, ഈ പാർട്ടിനകത്ത് വന്നു. അതുപോലെ എന്താണ് WR ബഫിൻ്റെ കേസിലും ഇതേ സംഭവം ചെയ്യും. ഓക്കെ, അപ്പോൾ WR ബഫിൻ്റെ കേസിൽ എന്ത് ചെയ്യും, ഇതുപോലെ ഇതിന് നമ്മൾ എക്സ്പാൻഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത് മാക്രോ കോള്, ഇതിനെ മാക്രോ കോൾ അല്ലെങ്കിൽ മാക്രോ ഇൻവോക്കേഷൻ എന്ന് പറയും. മാക്രോ ഇൻവോക്കേഷൻ അല്ലെങ്കിൽ മാക്രോ കോൾ. അപ്പോൾ ഈ മാക്രോ കോളിനെ എന്ത് ചെയ്യും, അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ മാക്രോയുടെ ഡെഫിനിഷനകത്തുള്ള ബോഡിയിൽ ഈ കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സിനൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ എന്ത് ചെയ്യും, ഒരു കമൻ്റായിട്ട് ഈ മാക്രോ കോളിനെ അവിടെ ജസ്റ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യും, നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി. അതായത് ജസ്റ്റ് ഒരു റീഡബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഡീബഗിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ.